Hi students, welcome to class 10 physics NSMC classes. അപ്പോൾ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്, ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, നമ്മൾ മിറേഴ്സ്, ലെൻസസ്, മിറേഴ്സിലെ റിഫ്ലക്ഷൻ, ലെൻസസിലെ റിഫ്രാക്ഷൻ, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നോക്കാം. An object is placed at the focus of a convex lens of focal length 18 centimeter. Where is the image formed? ഓക്കെ, ചോദ്യം എന്താ ഒന്ന് വായിച്ചു നോക്കുക. ഞാനിവിടെ എന്ത് ചെയ്യും, ഞാനിവിടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പേപ്പറും വേണം. ഓക്കെ, വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണിത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിൽ നമ്മൾ ഫോക്കൽ ലെങ്ത്തിൽ ഒബ്ജക്റ്റ് വെച്ചാൽ അല്ലെങ്കിൽ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എവിടെ കിട്ടും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് കിട്ടുക, അതായത് ദർ വിൽ ബി നോ ഇമേജ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻസ് ഒബ്ജക്റ്റ് എവിടെ വെച്ചാൽ എവിടെ കിട്ടും, ഏത് ടൈപ്പ് ഓഫ് ഇമേജ് കിട്ടും, അത് ഓർത്ത് വെച്ചിട്ട് പോകൽ നിർബന്ധമാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 18 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഒന്നും ചെയ്യാനില്ല അല്ലേ, ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ലെൻസ് ഫോർമുലയിൽ 1/f = 1/v - 1/u u - f ഇട്ട് കൊടുത്താലും യു വിൽ ഗെറ്റ് v ആസ് ഇൻഫിനിറ്റി. കാരണം 1/f - 1/f വിച്ച് ഈസ് 0. സോ 1/f = 0, f = ഇൻഫിനിറ്റി നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇമേജ് ഫോർമേഷൻസ് അറിയുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, സോ ഇതായിരിക്കണം നമ്മൾ എന്തായിരിക്കണം, നമ്മളൊരു മനസ്സിലുണ്ടാവേണ്ട ഇമേജ്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ്, അതിലൊരു f ഉണ്ട്, 2f ഉണ്ട്. ഓക്കെ, അപ്പുറത്ത് നമ്മളെ മറ്റ് രണ്ട് ഫോക്കസുകളുണ്ട്, f-ഉം 2f-ഉം ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എഫിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുക, നമുക്കറിയാം പാരലലായിട്ട് വരുന്ന റേസ് എന്താ സംഭവിക്കുക, ഫോക്കസിലൂടെ കടന്നു പോകും. അതുപോലെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേസ് റിഫ്രാക്ഷൻ നടക്കാതെ ആ പാത്ത് അങ്ങ് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ദർ വിൽ ബി നോ കൺവേർജൻസ്, അല്ലെങ്കിൽ ഈ റേസ് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല എന്നുള്ളതാണ് ഫോക്കസിൽ വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ കേസ് പറയുമ്പോൾ, ഒരു കേസ് ഇമേജ് ഫോർമേഷൻ്റെ ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നു, ലെൻസിൻ്റെ മിററിൻ്റെ എവിടെ വെക്കുന്നു പറയുമ്പോൾ നമുക്ക് ആ ഇമേജ് ഫോർമേഷൻ മനസ്സിൽ ഓർമ്മ വരണം. ഓക്കെ, സോ നമുക്ക് ആ ഇമേജ് ഫോർമേഷൻസ് ഒന്ന് നോക്കിയിട്ട് നോക്കാം. ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇവിടെ ഫോക്കസിലാണ് നമ്മളെ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് കിട്ടും. ഓക്കെ, പിന്നീട് ബിയോണ്ട് 2f വെച്ചാൽ നമുക്കറിയാം ബിറ്റ്വീൻ f ആൻഡ് 2f ആണ് ഇമേജ് കിട്ടും. ഓക്കെ, സോ രണ്ട് റേസ് ആണ് നമുക്ക് ഇമേജ് ഫോർമേഷന് വേണ്ടി നമ്മൾ വരയ്ക്കേണ്ടത്. പാരലൽ ആയിട്ട് പോകുന്ന ഒരു റേയും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്ന റേസും നിങ്ങൾ വരച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ആൻസർ കിട്ടും. ഇതാ ഇവിടെ നോക്കുക, പാരലായിട്ട് പോകുന്ന റേസ് ഫോക്കസിലൂടെ കൺവേർട്ട് ചെയ്യുന്നു, അതുപോലെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പോകുന്ന റേസ് റിഫ്രാക്ഷൻ നടക്കാതെ നേരെ ആ പാത്ത് അങ്ങ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, സോ പിന്നീട് 2f-ൽ ഒബ്ജക്റ്റ് വെച്ചാൽ we will get the image at 2f inverted real same sized ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും when object is placed at 2f. ഓക്കെ, പിന്നെ അതുപോലെ ബാക്കിയുള്ള കേസസ് ബിറ്റ്വീൻ f ആൻഡ് 2f വെച്ചാൽ ഇമേജ് കുറച്ചും കൂടി അങ്ങോട്ട് പോകും. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിലാണ്, പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വെച്ച് ബിയോണ്ട് 2f വെച്ചപ്പോൾ ബിറ്റ്വീൻ f ആൻഡ് 2f ആണ്. അപ്പോൾ ഇമേജ് എന്ത് ചെയ്ത് കുറച്ചും കൂടി അങ്ങോട്ട് പോയി. ഓക്കെ, സോ നമ്മൾ ഒബ്ജക്റ്റ് പിന്നെയും മുന്നോട്ട് വെച്ചു, 2f-ൽ വെച്ചു, അപ്പോൾ എന്ത് ചെയ്തു, ഇമേജ് വീണ്ടും അങ്ങോട്ട് പോയി. ഓക്കെ, നേരത്തെ f ആൻഡ് 2f-ൽ ഉണ്ടായിരുന്ന ഇമേജ് ഇപ്പോൾ 2f-ലായി. അതിന് മുന്നേ ഉണ്ടായിരുന്നത് f-ലായിരുന്നു, പിന്നീട് f ആൻഡ് 2f-ലായി, പിന്നീട് 2f-ലായി. ഓക്കെ, സോ നമ്മൾ ഒബ്ജക്റ്റ് അങ്ങോട്ട് വെക്കുന്നതോറും ഇമേജും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ടിൽ ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് വരെ. ഓക്കെ, ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് കിട്ടില്ല. ഓക്കെ, ഇമേജ് ഇൻഫിനിറ്റിയിലാണെന്നാണ് പറയുക. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഇമേജ്. ഓക്കെ, പിന്നീട് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഒരു വിർച്വൽ ഇമേജ് കിട്ടുന്ന ഒരു കേസ് ഉണ്ട്. ദാറ്റ് ഈസ് വെൻ യു പ്ലേസ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ, അതൊരു സ്പെഷ്യൽ കേസാണ്. ദെൻ യു വിൽ ഗെറ്റ് ഇറക്റ്റ് എൻലാർജ്ഡ് വിർച്വൽ ഇമേജ്. ഓക്കെ, only case when convex lens produce a virtual erect enlarged image or a virtual image is when the object is placed between f and o.
ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി പോവാം. കോൺകേവ് ലെൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് വിർച്വൽ ഇമേജ്. പക്ഷേ കോൺവെക്സ് ലെൻസ് വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ കേസുള്ളൂ, അത് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഓക്കെ, യെസ്. പക്ഷേ ആ രണ്ട് വിർച്വൽ ഇമേജ് തമ്മിൽ വ്യത്യാസമുണ്ട്. കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിർച്വൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, വലുതായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിർച്വൽ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങളെ റിഫ്രഷ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഇമേജ് ഡിസ്റ്റൻസ് ഇൻ അസെൻഡിങ് ഓർഡർ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ആസ് ഗിവൺ ബിലോ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ ഇമേജ് ഡിസ്റ്റൻസ് ഏത് കേസിലാണോ അത് മുതൽ ഏറ്റവും കൂടിയ ഇമേജ് ഡിസ്റ്റൻസ് ഏതിലാണോ അതുവരെ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏറ്റവും ദൂരെ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അടുത്ത് ഇമേജ് കിട്ടുന്നത് ഇൻ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്, അല്ലേ? ഇൻഫിനിറ്റിയിൽ വളരെ ദൂരെ ഒബ്ജക്റ്റിൽ വെച്ചപ്പോൾ വളരെ അടുത്തായിട്ടുള്ള ഫോക്കസ് നമുക്ക് ഇമേജ് കിട്ടി. പിന്നീട് നമ്മൾ കുറച്ചും കൂടി അടുത്തോട്ട് കൊടുന്നു ഒബ്ജക്റ്റ്, ബിയോണ്ട് 2f വെച്ചോ, ദെൻ യു ഗോട്ട് ദ ഇമേജ് അറ്റ് ബിറ്റ്വീൻ f and 2f. വെൻ യു പ്ലേസ് ദ ഒബ്ജക്റ്റ് അറ്റ് 2f, ദെൻ യു ഗോട്ട് ഇമേജ് അറ്റ് 2f, അല്ലേ? നമ്മളിങ്ങനെ ഇമേജ് അടുത്തോട്ട് കൊണ്ടുവരും തോറും, ഒബ്ജക്റ്റ് അടുത്തോട്ട് കൊണ്ടുവരും തോറും ഇമേജ് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ദൂരെ എവിടെ വെക്കുമ്പോഴാണ് ബിയോണ്ട് 2f ആണ്, അല്ലേ? ഈ കേസിൽ ബിയോണ്ട് 2f ആണ്. പിന്നെ അറ്റ് 2f ആണ്. പിന്നീട് ബിറ്റ്വീൻ f and 2f ആണ്. പിന്നെ അറ്റ് f1 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ആ ഓർഡർ വരാം? SRQP, അല്ലേ? SRQP ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. ഓക്കെ, ബിയോണ്ട് 2f, അറ്റ് 2f, ബിറ്റ്വീൻ f and 2f, അറ്റ് f. ഓക്കെ, അറ്റ് f there will be no image in case of convex lens. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർമ്മിപ്പിച്ച് എന്നുള്ളൂ, ഇമേജ് ഫോർമേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് പിന്നെ ആകെ ഒറ്റ കേസേ ഉള്ളൂ. എവിടെ വെച്ചാലും നമുക്ക് വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, പിന്നെയോ കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഓക്കെ, സോ അഗെയിൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ഇമേജ് അറ്റ് 30 cm when the object is placed 15 cm from it. What is the focal length of the lens? ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് എന്തൊക്കെയാ അറിയാം? നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് അറിയാം, പിന്നെയോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും അറിയാം. വി നോ യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഇമേജ് ഡിസ്റ്റൻസ്, വി നീഡ് ടു ഫൈൻഡ് എഫ്. നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ലെൻസ് ഫോർമുല മറന്നു പോകരുതേ. ഓക്കെ, 1/f is equal to 1/v minus 1/u. ഓക്കെ, ലെൻസിൻ്റെ കേസിൽ 1/v മൈനസ് 1/u ആണ്. മിറർ വരുമ്പോൾ 1/v പ്ലസ് 1/u ആയിരിക്കും. ഓക്കെ, പിന്നീട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻസ് മറന്നു പോകരുത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ലെൻസിൽ നിന്ന് ഇതാ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മെഷർമെൻറ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ നെഗറ്റീവ്. ഓക്കെ, നമ്മൾ നെഗറ്റീവായിട്ട് വേണം ആ ഡിസ്റ്റൻസസ് എടുക്കാൻ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇമേജ് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസ് എക്സെപ്റ്റ് f and o നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കേസിലും ഇമേജ് മറ്റേ സൈഡിലാണ് ഉണ്ടാകുന്നത്. സോ ഇമേജ് ഡിസ്റ്റൻസ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് അപ്ലൈ ചെയ്യാനേ നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അത് തെറ്റിച്ചാൽ നമ്മളെ ഉത്തരം മൊത്തം തെറ്റിപ്പോകും. ഓക്കെ, സോ നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തൊക്കെ തന്നുള്ളത്? എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ഇമേജ് അറ്റ് 30 cm. സോ നമുക്ക് വി ഉണ്ട് ഇമേജ് ഡിസ്റ്റൻസ് -30 ആണ്, അല്ലേ? കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലെൻസിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കണം. ലെഫ്റ്റ് സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിർച്വൽ ഇമേജ് ആണ്. സോ റൈറ്റ് സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ് ഞാൻ എഴുതി ചെയ്തത്, പോസിറ്റീവ് ആണ് വരാം. ഓക്കെ, സോ +30 cm. ഇനി വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 15 cm ഫ്രം ഇറ്റ്, അതായത് u -15. ഓക്കെ, അത് ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് വരുന്ന കേസസ് നിങ്ങൾക്ക് അങ്ങനെ വളരെ റയറായിട്ട് ചോദിക്കുള്ളൂ. വിർച്വൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അല്ലാത്ത എല്ലാ കേസിലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവ് എടുക്കണം. കാരണം റേ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, അല്ലേ? അവിടെയാണ് മിറർ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് റേ പോകുന്നത്. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, ദെൻ യു ഷുഡ് ടേക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആസ് നെഗറ്റീവ്. ഓക്കെ, സോ നമുക്ക് u ഉണ്ട്, v ഉണ്ട്, വി നീഡ് ടു ഫൈൻഡ് f. എങ്ങനെ നമ്മൾ ചെയ്യാം? 1/f is equal to
1/v minus 1/v minus 1/u minus 1/u. ഓക്കെ, സോ നമുക്ക് എഫ് തന്നെയാണ് കാണാനുള്ളത്, ഒന്നും ചേഞ്ച് ചെയ്യാനില്ല അല്ലേ. 1/v എത്രയാണ് 1/30 മൈനസ് 1/u എത്രയാണ് -15. സോ ആ മൈനസും പോസിറ്റീവ് ആക്കുന്നു ഞാൻ ഇവിടെ തന്നെ. സോ 1/15 ഇതാ ഇങ്ങനെ വരാം അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ. സോ 3/30 എന്നാണ് ആൻസർ വരാം. ഓക്കെ, കാരണം 1/15 എന്ന് പറഞ്ഞാൽ 2/30 ആണ്. സോ 2 + 1 3/30. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, കാൽക്കുലേഷൻ ആസ് യൂഷ്. ഓക്കെ, സോ 1/f is equal to 3/30. So you will get f as 30/3, which means 10 centimeter. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കണം, കോൺവെക്സ് ലെൻസും ഉത്തരം കിട്ടിയത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉത്തരം എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസ് ആവട്ടെ, കോൺവെക്സ് മിറർ ആവട്ടെ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവ് മിറർ ആവട്ടെ, കോൺകേവ് ലെൻസ് ആവട്ടെ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പറയൂല, കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് -10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ -10 എടുത്തിട്ട് വേണം നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് ചെയ്യാൻ. ഓക്കെ, കോൺവെക്സ് മിറർ, കോൺവെക്സ് ലെൻസ് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്, കോൺകേവ് മിറർ, കോൺകേവ് ലെൻസ് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്, മറന്നു പോകരുത്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, NSMCക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യം എഴുതേണ്ട ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് മാറ്റി വെക്കുക, പിന്നീട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An object is placed 25 cm from a concave lens of focal length 20 cm. Find the image distance. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട് -25 cm, ഫോക്കൽ ലെങ്ത് ഉണ്ട് 20 cm. ഞാൻ പറഞ്ഞു ഫോക്കൽ ലെങ്ത്, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്, സോ ഫോക്കൽ ലെങ്ത് -20 cm ആണ്. ഓക്കെ, സോ u -25, f -20, you can find v, ലെൻസ് ഫോർമുല. ഓക്കെ, പക്ഷേ ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യേണ്ട, കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം എന്താ, ഇമേജ് ഫോർമേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോൺകേവ് ലെൻസിൻ്റെ കേസിലെ വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് നമ്മൾ ഇമേജ് ഉണ്ടാവുക, ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ അല്ലേ, അല്ലെങ്കിൽ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ദാറ്റ് മീൻസ് ദ ഇമേജ് ഡിസ്റ്റൻസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് വരുന്ന കേസ് മാത്രമേ വാലിഡ് ഉള്ളൂ. അങ്ങനത്തെ ഒറ്റ കേസേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇതാ ഇവിടെ മനസ്സിലാവാത്തവർ നോക്കുക, ഇമേജ് ഫോർമേഷൻ, കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മളെങ്ങനെ വരയ്ക്കുക, നിങ്ങൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും പാരലായിട്ട് വരുന്ന റേസ് എങ്ങോട്ടാ പോവുക, ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ, ഫോക്കസിന് വരുന്ന പോലെ ഉണ്ടാവും, ഡൈവേർജ് ചെയ്ത് പോകും. പിന്നെയോ ഒപ്റ്റിക്കൽ സെൻറ്ററിലോട്ട് വരുന്ന റേസ് കോൺവെക്സ് ലെൻസ് പോലെ തന്നെ അങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ദാ ഇവിടെയാണ് ഇമേജ് കിട്ടുക. നിങ്ങൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് ലെഫ്റ്റ് സൈഡിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ഓക്ക് ഇടയിലായിരിക്കും കിട്ടുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ഉള്ള ഒറ്റ ഓപ്ഷൻ എവിടെയുള്ളൂ, സോ -11.1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക, u is equal to -25, അതുപോലെ നമുക്ക് f is equal to -20 എല്ലാം എടുത്തിട്ട് 1/f is equal to 1/v minus 1/u. ഓക്കെ, സോ 1/v is equal to 1/f plus 1/u. ഇനി ഇതിന് f and u ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം, യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, സോ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ഒരുപാട് ടൈം ലാഭിക്കാം. സോ ഇമേജ് ഫോർമേഷൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ റിഫ്രാക്ഷനോട്ട് വരികയാണ്. ഓക്കെ, ലെൻസിലല്ലാത്ത സ്നെൽസ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സ്നെൽസ് ലോ. അതുപോലെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ദർ ഇസ് എ ബെൻഡ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്.
അല്ലേ? അത് ടുവാർഡ്സ് ദ നോർമൽ ആണോ എവേ ഫ്രം ദ നോർമൽ ആണോ എന്നുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മീഡിയ ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഒരു റെയറർ ആയിട്ടുള്ള മീഡിയത്തിൽ നിന്ന് ഡെൻസർ ആയിട്ടുള്ള ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ദ ലൈറ്റ് വിൽ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, അല്ലേ? അങ്ങനെയാണ് അല്ലേ? ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലൂടെ പോകുമ്പോൾ ലൈറ്റ് ടുവാർഡ്സ് ദ മീഡിയ ബെൻഡ് ചെയ്യും. ഓക്കെ, റെയറർ ആയിട്ടുള്ള മീഡിയത്തിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവേ ഫ്രം ദ മീഡിയ ബെൻഡ് ചെയ്യും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കേ. എ ലൈറ്റ് റേ enters from medium A to medium B as shown in the figure. The refractive index of medium B relative to A will be. ഓക്കെ, അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ കാണാതെ പഠിച്ചു പോയവരെ ഇതെന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. ഇതെന്താണ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയവർക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും, അല്ലേ? മീഡിയം ബീൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം എ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബി എൻ ബിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം എ എൻ യു ആക്കി എടുത്താൽ എൻ ബി ബൈ എൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അത് കറക്റ്റ് നമ്പർ ഒന്നും പറയണ്ട, ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ എന്നൊക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എൻ ബി എന്നിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇഫ് എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എ then this will be greater than 1. If NB is less than NA, then this ratio will be less than 1. സിമ്പിൾ അല്ലേ? നമുക്ക് ന്യൂമറേറ്ററെ വലുതായാലായിരിക്കും ആ ഒരു റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. 3/2 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, 2/3 ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ആൾ ഡിനോമിനേറ്ററിനേക്കാളും വലുതാവണം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും വലുതായാൽ മാത്രമേ ഇത് ഗ്രേറ്റർ ദാൻ 1 ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എൻ ബി എന്നിനേക്കാളും വലുതായാൽ വി ക്യാൻ സേ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ടുവാർഡ്സ് ദ മീഡിയം ആണോ എവേ ഫ്രം ദ മീഡിയം ആണോ ബെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്, അല്ലേ? കാരണം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഇത് ടുവാർഡ്സ് ദ മീഡിയം ബെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അത് രണ്ടും മാർക്ക് ചെയ്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ അറിയണം. ഇൻസിഡൻറ്റ് റേ നോർമൽ, റിഫ്രാക്റ്റഡ് റേ നോർമൽ. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേയും നോർമലും ആംഗിൾ ഓഫ് നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്രാക്റ്റഡ് റേയും നോർമൽ തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഹയർ? ഇൻസിഡൻറ്റ് ആംഗിൾ ആണ്, അല്ലേ? അപ്പോൾ ടുവാർഡ്സ് ദ മീഡിയം ബെൻഡ് ആണ് ഇവിടെ, വിച്ച് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയ ബി ഈസ് ഹൈ. ഓക്കെ, മീഡിയം ബിയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണ് കമ്പയർഡ് ടു എ, വിച്ച് മീൻസ് എൻ ബി ബൈ എൻ എ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് അധികം ഉണ്ടാകും, പക്ഷേ ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഓക്കെ, മീഡിയം എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, ടുവാർഡ്സ് ദ മീഡിയ ബെൻഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയ ബി ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയ എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ ബി ബൈ എൻ എ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സിമ്പിൾ. ഓക്കെ, ഇനി നോക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് 4 ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് ഒരു റേ പോകുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബി റിലേറ്റീവ് ടു മീഡിയം എ. ചോദ്യം എൻ ബി ബൈ എൻ എ. ഓക്കെ, അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നെൽസ് ലോ അറിയണം. എന്താ സ്നെൽസ് ലോ? ഇവിടെ നോക്കിക്കോ, ഇവിടെ N1 എന്നൊരു മീഡിയത്തിൽ നിന്ന് N2 എന്നൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എയറും വാട്ടറും ആണ്. ഏത് മീഡിയം ആയിക്കോട്ടെ, ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1ഉം സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഓക്കെ, സോ θ1 അല്ലെങ്കിൽ ഇത് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആക്കി എടുത്തു, θ2 ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആക്കി എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ പറയുന്നത് N1 sin I ഇസ് ഈക്വൽ ടു N2 sin R എന്നാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്രാക്ഷനിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ഇവിടെ ഒന്നുമില്ല, ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ഈ ആംഗിൾ ഇസ് ഈക്വൽ ടു ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ഈ ആംഗിൾ. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ക്വസ്റ്റിനോട് നോക്കാം. N1 sin I ഇസ് ഈക്വൽ ടു N2 sin R. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ NSMCക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അഗെയിൻ നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ.
ഇനി ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരാം, എൻ എ അല്ലെ, ഇവിടുന്ന് എന്ന് ബിയിലോട്ടാണ് പോകുന്നത്, 1 നിന്ന് 2 പോകുന്ന പോലെ എന്ന് ബിയിലോട്ടാണ് പോകുന്നത്. സോ എൻ എ സൈൻ ഐ ഈസ് ഈക്വൽ ടു എൻ ബി സൈൻ ആർ. ഇതായിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ അല്ലേ, സ്നെൽസ് ലോന്റെ ഇക്വേഷൻ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബി റിലേറ്റീവ് ടു മീഡിയം എ വിച്ച് മീൻസ് എൻ ബി ബൈ എൻ എ എന്താണെന്നാണ് ചോദ്യം. നമ്മുടെ ഇക്വേഷൻ എൻ ബി ബൈ എൻ എ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഐ ബൈ സൈൻ ആർ. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടുപിടിച്ചാൽ നമ്മൾ ആൻസർ ആയി. ഓക്കെ, സൈൻ ഐ, അതിന് ഐ ആർ നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യണം. ഐ എത്രയാ, ഞാൻ പറഞ്ഞു ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും നോർമൽ തമ്മിലുള്ള ആംഗിൾ ആണ്, വിച്ച് ഈസ് 60 ഹിയർ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 45 ആണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. സൈൻ 60, ഓക്കെ, സൈൻ ഓഫ് 60 ഡിവൈഡഡ് ബൈ സൈൻ ആർ, സൈൻ ഓഫ് 45. സൈൻ 60 എത്രയാ, സൈൻ 60ൻ്റെ വാല്യൂ 1/2 ആണ്, അല്ല √3/2 ആണ്. സൈൻ 30 ആണ് 1/2. ഓക്കെ, അപ്പോൾ കുറച്ച് വാല്യൂസ് പഠിക്കേണ്ടതുണ്ട്, ഞാനത് വേറൊരു സ്ലൈഡിൽ എഴുതി തരാം. ഓക്കെ, സൈൻ 45 1/√2 ആണ്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആ √2 മുകളിലോട്ട് പോകും. ഓക്കെ, സോ എങ്ങനെ വരാം, √3/2 ഇൻറ്റു 1/√2 ഡിവൈഡഡ് ബൈ, സോ മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു √2/1 ആവും. 1/√2 √2/1 ആവും മുകളിലോട്ട് പോകുമ്പോൾ. ഓക്കെ, സോ 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആ. സോ എന്ത് സംഭവിക്കും, ഈ 2 നമുക്ക് മാറ്റി എഴുതിയാൽ √2 ഇൻറ്റു √2 എഴുതുമ്പോൾ ഒരു √2ഉം ഇവിടുത്തെ ഒരു √2ഉം കട്ടുപോയിട്ട് ഇവിടെ √2 വരും. ദാറ്റ് മീൻസ് √3/2 നമ്മൾ ആൻസർ ആയിട്ട് വരും, എൻ ബി ബൈ എൻ എ, √3/2. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, വളരെ ഈസിയാണ്. നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. പഠിച്ചു വെക്കാനുള്ള ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കുറച്ച് ആംഗിൾസിൻ്റെ വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. ഏതൊക്കെ ആംഗിൾസ്, 60ൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം ആദ്യം. ഓക്കെ, ആദ്യം നമുക്ക് 30 എഴുതാം. സൈൻ 30 ഇസ് ഈക്വൽ ടു 1/2 പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. പിന്നെയോ കോസ് 30 ഇസ് ഈക്വൽ ടു √3/2 പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, പിന്നെ 60ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. സൈൻ 60 ഇസ് ഈക്വൽ ടു √3/2. പിന്നെയോ കോസ് 60 ഇസ് ഈക്വൽ ടു 1/2. വളരെ എളുപ്പമാണ്. ഒരാളെ സൈന് മറ്റൊരാളുടെ കോസാണ്, ഒരാളെ കോസ് മറ്റൊരാളുടെ സൈനാണ്, ഇത്രയേ ഉള്ളൂ. സോ കോസും 16 30 നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ അഥവാ പിന്നെ നമുക്ക് 45ൻ്റെ പഠിച്ചു വെക്കാൻ ഒന്നുമില്ല. സൈൻ 45 ഇസ് ഈക്വൽ ടു 1/√2 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു കോസ് 45. അതായത് 45 ഡിഗ്രിയുടെ കോസ് വാല്യൂയും സൈൻ വാല്യൂയും ഈക്വൽ ആണ്, തുല്യമാണ്. ഓക്കെ, അപ്പോൾ 1/√2 അതിനാണ് വാല്യൂ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേഗം ആൻസർ വരുന്നതാണ്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം, മറന്നു വരുത്. അതുപോലെ 0നും കൂടി പഠിച്ചു വെച്ചോ, 0 90 കൂടെ. ഓക്കെ, അത് ഈസിയാണ്. സൈൻ 90 ഈസ് ഈക്വൽ ടു 1, കോസ് 90 ഈസ് ഈക്വൽ ടു 0. അതുപോലെ കോസ് 0 ഈസ് ഈക്വൽ ടു 1, സൈൻ 0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇയാളെ സൈന് മറ്റൊരാളെ കോസിൻ്റെ വാല്യൂവിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ 90 0 ഒരു പെയറാണ്, 30 60 ഒരു പെയറാണ്. 45 പഠിച്ചു വെക്കാനൊന്നുമില്ല, 1/√2 സൈൻ ആയാലും കോസ് ആയാലും 1/√2. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം ഗ്ലാസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 into air. If the angle of incidence inside the glass is 30 degree, find the angle of refraction in the air. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ 2 മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്, വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആൻഡ് നമുക്ക് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്നും അറിയാം. ഓക്കെ, സോ 2 മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടാതെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഈസിലി യൂസ് സ്നെൽസ് ലോ ആൻഡ് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, സ്നെൽസ് ലോ എന്താണ്, n1 sin I is equal to n2 sin R. Okay, so n1 we have, I we have, n2 we have, we just need to find R. Okay, just substitute n1 എത്രയാണ്, n1 is equal to 1.5, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത്. sin I അല്ലെങ്കിൽ I is equal to 30 ഡിഗ്രി ആണ്. ഓക്കെ, n2
സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ദാറ്റ് ഈസ് 1. എയർ ആണ് സെക്കൻഡ് മീഡിയം. ഓക്കെ, ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞാൻ. നോക്കിക്കോ, 1.5 ഇൻറ്റു സൈൻ ഐ, സൈൻ 33 ആണ്, 1/2. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും 30 ഡിഗ്രിയുടെ ഒക്കെ സൈൻ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, 1.5 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു N2 1 ഇൻറ്റു സൈൻ ആർ. ഓക്കെ, സോ സൈൻ ആർ ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 1/2 വിച്ച് മീൻസ് 0.755. ഓക്കെ, അപ്പോൾ ഏതൊരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ 0.75 ആണ്. ആ ആംഗിളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കിവിടെ വാല്യൂ ഉണ്ട്. സൈൻ ഓഫ് 49 ആണ് 0.755. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 49 ആണ് 0.755. സോ ആർ ഇസ് ഈക്വൽ ടു 49 ഡിഗ്രി. ഓക്കെ, 49 ഡിഗ്രി ഓൾമോസ്റ്റ്. ഓക്കെ, സോ നമുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനോട് പോവാം. ക്വസ്റ്റ്യൻ കണ്ടാൽ കുറച്ച് ഭയാനകമാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതാണ്. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നതാണ്. നോക്കുക. ഓക്കെ, സോ ആൻ ഒബ്ജക്ട് എ ഈസ് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് മിറർ. ഓക്കെ, നമുക്കൊരു കോൺവെക്സ് മിറർ ഉണ്ട്. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്റർ ആണ്. പ്ലസ് എ പ്ലെയിൻ മിറർ ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, ഇവിടെ നമ്മളൊരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട് കോൺവെക്സ് മിററിനും ഒബ്ജക്റ്റിനും ഇടയിൽ. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെൻറ്റിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഈ പ്ലെയിൻ മിറർ ഒബ്ജക്റ്റിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ ആണ്. എല്ലാം പിക്ചറിൽ ഗിവൺ ആണ്. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി if the image is formed by two mirrors coincide, the radius of curvature of the convex mirror is. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ആറാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആറ് നമുക്കറിയാം 2f ആണ്. ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ച് അതിനെ ഡബിൾ കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വി അറിയണം, നമുക്ക് യു അറിയണം. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഗിവൻ ആണ് -60. ഇനി ഇമേജ് ഡിസ്റ്റൻസും കൂടി അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അതുവഴി നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും ആണ് ഇമേജ് ഉണ്ടാവുക. നമുക്കറിയാം കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, സോ വിർച്വൽ ഇമേജ്, കണ്ണാടിയുടെ ഉള്ളിലാണ് ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ആ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജും നമ്മൾ കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന ഇമേജും കോയിൻസൈഡ് ചെയ്യുന്നു. അതായത് രണ്ടാളും ഒരേ സ്ഥലത്താണ്, ഒരേ ഡിസ്റ്റൻസിലാണ് ഇമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം പ്ലെയിൻ മിററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റും മിററും തമ്മിൽ 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഇതാ ഇപ്പുറത്ത് 40 സെൻറ്റിമീറ്ററിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നമ്മൾ പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജ്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരത്തിലാണ്? നോക്കേ, ഈ ഡിസ്റ്റൻസ് 60 ആണ്, ഈ ഡിസ്റ്റൻസ് 40 ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 20. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 20 ആണ് നമുക്കറിയാം. ടോട്ടൽ ഡിസ്റ്റൻസ് 40 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 ആയിരിക്കും. ഓക്കെ, നമ്മളെ കണ്ണാടിയിലെ ഉള്ളിൽ 20 സെൻറ്റിമീറ്ററിലായിരിക്കും ഇവിടെ നമ്മുടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക. 20 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ വി ഹാവ് യു, വി ഹാവ് വി. ഓക്കെ, വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എഫ്. ഓക്കെ, സോ ഞാൻ എഴുതുന്നു. യു എത്രയാണ്? യു ഇസ് ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ. ഓക്കെ, വി ഈസ് ഈക്വൽ ടു +20 സെൻറ്റിമീറ്റർ. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. സോ ഈ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക സെയിം ഡിസ്റ്റൻസിലാണ്. ഒബ്ജക്റ്റ് മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. സോ ഇവിടെ ഒരു 40 സെൻറ്റിമീറ്റർ ദൂരത്തിൽ ഇവിടെയായിരിക്കും നമ്മളെ ഇമേജ് കിട്ടുക. ഓക്കെ, വിൽ ഗെറ്റ് ദ ഇമേജ് ദെയർ. ഓക്കെ, സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണ്, ഈ ഡിസ്റ്റൻസ് 40 ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഈസ് ഈക്വൽ ടു
20 centimeter. 60 minus 40. Okay, then we also know that this is 40 centimeter and this is 20 centimeter. Hence, here the distance is 20 centimeter. Okay, അങ്ങനെയാണ് നമുക്ക് ആ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇറ്റ്സ് എ വിർച്വൽ ഇമേജ്, അല്ലെങ്കിൽ മിററിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u. ഓക്കെ, സോ വി എത്രയാണ്? 1/20 മൈനസ് 1/60 അല്ലെങ്കിൽ പ്ലസ് 1/-60. ഓക്കെ, സോ ഞാൻ മൈനസ് എടുത്തത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം, നിങ്ങൾക്ക് LCM എടുത്തിട്ടോ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ 60 minus 20, 40 divided by 20 into 60. Okay, 2/60 അല്ലെങ്കിൽ 1/30. So you will get focal length as 30 centimeter. Okay, yes, so we have 30 centimeter focal length, option B. Okay, easy ആണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും, പക്ഷേ പ്ലെയിൻ മിററിൻ്റെ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളോട് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിച്ചത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ വിൽ ബി ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ. ഓക്കെ, ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആണ്. ഓക്കെ, മൈ ബാഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് വരും. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, ഞാൻ കണ്ടുപിടിച്ചത് ഫോക്കൽ ലെങ്ത് ആയിരുന്നു. സോ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ, ദാറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ. ഓക്കെ, യെസ്, ഇവിടെ കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാലും the image will be produced between F and P and it will be virtual, erect, diminished. Okay, according to convex mirror. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A convex mirror forms an image 1/3 size of the object placed 24 centimeter away. Find the focal length of the mirror. ഓക്കെ, നമുക്ക് കോൺവെക്സ് മിറർ ആണെന്ന് തന്നിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ 1/3 ആണ്. M is equal to plus 1/3 ആണ്, കാരണം കോൺവെക്സ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസസ് ഇറക്റ്റ് ഇമേജ്. ഓക്കെ, സോ പോസിറ്റീവ് ആയിരിക്കും അപ്പോഴും. ഇനിയോ, ആൻഡ് പ്ലേസ്ഡ് 24 സെൻറ്റിമീറ്റർ അവേ, സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U is equal to -24 centimeter. -24 centimeter. ഓക്കെ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഓക്കെ, വി ഹാവ് M, വി ഹാവ് U. നമുക്ക് ഫോർമുല അറിയാം അല്ലേ? M is equal to F/F minus U. ഓക്കെ, മിററിലെ നിങ്ങൾ മാഗ്നിഫിക്കേഷനും ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്ട് ഡിസ്റ്റൻസും റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണിത്. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M is equal to 1/3, F is equal to, we don't know, we need to find F divided by F minus -24, so F plus 24. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. F plus 24 is equal to 3F. ഓക്കെ, so 2F is equal to 24, F is equal to 12 centimeter. ഓക്കെ, പ്ലസ് 12 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ശരിക്കും ഈ ഫോർമുല നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? 1/f is equal to 1/v plus 1/u and m is equal to v/u. ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, പക്ഷേ ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി വെരി ഈസി. ഓക്കെ, അപ്പോൾ ചില ഫോർമുലാസ് പഠിച്ചു വെക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ മിറർ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/f is equal to 1/v plus 1/u. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താണ്? M is equal to -v/u. ഓക്കെ, സോ മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർമുലയിൽ പോസിറ്റീവ് ആയിരിക്കും. ലെൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. 1/f is equal to 1/v minus 1/u. മാഗ്നിഫിക്കേഷൻ is equal to plus v/u. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ഓക്കെ, ബാക്കി മാഗ്നിഫിക്കേഷൻ്റെ റിലേഷൻ F/F minus u, കൂടാതെ M is equal to F minus v/f. ഓക്കെ, ഫോർ മിറർ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ ഫോർമുലാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ടൈപ്പാണ്. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഇഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ആൻ ഇന്റർഫേസ് ഈസ് 50 degree, total internal reflection will take place for an angle of incidence equal to 62 degree. Okay,
ഇനി സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഫോർ ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദ ഇന്റർഫേസ്. അപ്പോൾ എന്താണ് നമ്മളെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഹയർ ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം നമ്മളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാം. നമ്മളൊരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേയും നോർമൽ നമ്മൾ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളെ റിഫ്രാക്റ്റഡ് റേ ഈ ഇൻ്റർഫേസിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ആംഗിൾ ഇങ്ങനെ കൂട്ടി വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരും. അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ ഇൻ്റർഫേസിലൂടെ റിഫ്രാക്ഷൻ നടക്കും, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്താലോ അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. എന്നാ ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എന്താ? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറൽ മീഡിയത്തിലോട്ട് ലൈറ്റ് പോകണം, കൂടാതെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടി വായിച്ച് നോക്കാം. ഇഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ആൻ ഇൻ്റർഫേസ് ഈസ് 50 ഡിഗ്രി, ക്രിട്ടിക്കൽ ആംഗിൾ 50 ഡിഗ്രി ആണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഫോർ ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 62 ഡിഗ്രി. ശരിയാണല്ലേ? 62 ഡിഗ്രി 50നേക്കാളും കൂടുതലാണ്. Thus there will be total internal reflection. Statement 2, total internal reflection take place only for an angle of incidence greater than the critical angle of the interface. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 is the correct explanation of statement 1. ഓക്കെ, ഓൾ ഗുഡ്. ഈസി ക്വസ്റ്റൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റനെ കിട്ടിയാൽ നമുക്ക് എഴുതാം. ഓക്കെ, അസേഷൻ റീസണിൽ ചിലപ്പോൾ കോൺസെപ്ഷ്യലി നല്ല ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇതുപോലത്തെ ഈസി ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അസേഷൻ റീസൺ ആണെന്ന് വിചാരിച്ചിട്ട് ടഫ് ആകുമെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തരുത്, ചിലത് ഈസി ഉണ്ടാവും. ഓക്കെ, സോ നോക്കേ, an object 2 cm tall is placed 30 cm from the concave mirror of focal length 10 cm. Find the size of the image. Okay, so magnification. Okay, yes, concave mirror. Okay, ഇത് തെറ്റാണ്. ഇവിടെ കോൺവെക്സ് മിറർ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം കോൺകേവ് മിറർ ഇതാ ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ, ഇതാണ് കോൺകേവ് മിറർ. ഓക്കെ, ഡസൻറ്റ് മാറ്റർ. നമുക്കിവിടെ ഇമേജ് ഫോർമേഷനോ വരക്കാനൊന്നുമില്ല, ജസ്റ്റ് ഫോർമുലാസ് അറിഞ്ഞാൽ മതി. ചോദ്യം എന്താണ്? ഒബ്ജക്റ്റ് ഹൈറ്റ് ഉണ്ട് 2 സെൻറ്റിമീറ്റർ, HO. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. ഇനിയോ പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ കോൺകേവ് മിറർ. we have u is equal to -30 സെൻറ്റിമീറ്റർ. ഇനി ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം അത് നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ. ഓക്കെ, -10 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ സൈസ് ഓഫ് ദി ഇമേജ്. ഓക്കെ, ഇമേജിൻ്റെ സൈസാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടില്ല അല്ലേ? ഫൈൻഡ് ദ സൈസ് ഓഫ് ദി ഇമേജ്. ഓക്കെ, സോ വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് HI. ഓക്കെ, HI. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു HI/HO ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HI ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഇൻറ്റു HO നമുക്ക് എഴുതിക്കൂടെ? നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്. സോ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ജസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ ആൻഡ് വി ജസ്റ്റ് നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ഒബ്ജക്റ്റ് ഹൈറ്റ്. ഓക്കെ, സോ വി ഹാവ് F, വി ഹാവ് U, വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ. മിറർ ആയതുകൊണ്ട് എന്താണ് ഫോർമുല? M ഈസ് ഈക്വൽ ടു F/F-U. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? മാഗ്നിഫിക്കേഷൻ F/F-U. ഓക്കെ, F/F-U. F എത്രയാണ്? -10 ഡിവൈഡഡ് ബൈ -10 -30. ഓക്കെ, സോ -10 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, സോ -1/2 ആണ് നമ്മളെ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് ഇൻവേർട്ട് ചെയ്യും, കൂടാതെ സൈസ് ഹാഫ് ആക്കുകയും ചെയ്യും. അതാണ് മാഗ്നിഫിക്കേഷൻ -1/2 എന്ന് പറഞ്ഞാൽ. മൈനസ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാക്കും. ഓക്കെ, സോ അവിടെ നമുക്ക് ഹൈറ്റ് ഇപ്പോൾ തന്നെ പറയാം. ഒബ്ജക്റ്റ് ഹൈറ്റിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? HI ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 2. സോ -1 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മളെ ഇമേജ് ഹൈറ്റ്. ഓക്കെ, +1 ഇടരുത്, കാരണം
+1 ഇൻഡിക്കേറ്റ് ദ ഇമേജ് ഈസ് ഇറക്റ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ സൈന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം ഈ സെഷൻ. ഓക്കെ, സോ ഫോർമുല, മിററിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നതാണ്. മാഗ്നിഫിക്കേഷൻ്റെ മിററിൻ്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, -v/u. ലെൻസിനാണെന്നുണ്ടെങ്കിൽ v/u. ഓക്കെ, സോ നമുക്ക് എല്ലാ ഫോർമുലാസും കൂടി ഒന്ന് എഴുതാം. ഓക്കെ, മിറർ ആണെന്നുണ്ടെങ്കിൽ 1/f = 1/v + 1/u. ഓക്കെ, സോ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ലെൻസ് ഉണ്ട്, ഫോർ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ലെൻസ് ഫോർമുല 1/f = 1/v - 1/u. ഓക്കെ, പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. m = -v/u. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ m = +v/u. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷനും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഉള്ള ഫോർമുലാസ് m = f/f - u ഫോർ മിറർ. ഓക്കെ, കൂടാതെ ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും ഉള്ളത് f - v/f. ഓക്കെ, ഇനി അത് ലെൻസിനാണെന്നുണ്ടെങ്കിൽ m = f/f + u. ഓക്കെ, സോ ആ പോസിറ്റീവ് സൈൻ ശ്രദ്ധിക്കണം. f - v/f അത് ചേഞ്ച് ചെയ്യില്ല, അത് മിറർ ആണെന്നുണ്ടെങ്കിലും ലെൻസ് ആണെന്നുണ്ടെങ്കിലും സെയിം ഫോർമുല. ഓക്കെ, സോ ഈ ഫോർമുലാസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ എന്താണ്, നമുക്ക് നമ്മളെ എക്സാമിന് ഹെൽപ്ഫുള്ളാകും, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഇക്വേഷൻസ് ആണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മാഗ്നിഫിക്കേഷൻ m = hi/h, അത് കോമൺ ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഇക്വേഷനൊക്കെ ഇവിടെ എഴുതുന്നുണ്ട്, പ്ലസ് ഇതിൻ്റെ കൂടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, സോ f - v നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കണം. ഓക്കെ, സോ അത് f + v ആവും. ഓക്കെ, അതിവിടെ ബാധകമല്ല. ഇത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഇല്ലാതെ എഴുതിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ ഇതിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൈൻ ഇട്ടിട്ട് വേണം ഇൻപുട്ട് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ സ്നെൽസ് ലോ ഉണ്ട്. ഓക്കെ, സ്നെൽസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n1 sin I = n2 sin r. ഓക്കെ, പിന്നെ നമ്മളെ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ n = c/v. ഓക്കെ, ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് v = c/n ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. കുറച്ച് ലെങ്തിയർ ചാപ്റ്ററാണ്, പക്ഷേ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനൊക്കെ അറിഞ്ഞാൽ ഇതിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കും. അതുപോലെ റിഫ്രാക്ഷനോ ഓക്കെ തിയറി ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ NSMCക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.